ഹായ്, അശ്വിനി സുരേഷ്, NLP പ്രാക്ടീഷണർ ആൻഡ് ലൈഫ് കോച്ച്. നമ്മളെല്ലാവരും ഡെയിലി പ്രാർത്ഥന ചെയ്യുന്നവരല്ലേ? ചില ആൾക്കാർക്ക് ഈ ഒരു വിദേശത്തൊക്കെ ജീവിക്കുന്ന അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പ്രാർത്ഥന ചെയ്യാനും പോലും സമയം കിട്ടിയെന്ന് വരില്ല. അതിനുള്ള ഒരു ഫ്രീ സ്പേസ് ഉണ്ടാവില്ല ചില സമയത്ത് പ്രാർത്ഥന ചെയ്യാൻ, ചില ബാച്ചലേഴ്സ് റൂമിലൊക്കെ ഉള്ള അങ്ങനത്തെ ആൾക്കാർക്ക്. അപ്പം നമ്മളെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ നമ്മൾ വിശക്കുന്നതിന് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, നമുക്ക് നമ്മുടെ ടയർഡ്നെസ്സും നമ്മുടെ ബോഡി നമുക്ക് ഒരു റിക്കവർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഉറക്കം ആവശ്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്ക് പ്രാർത്ഥനയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ഒരു ഇന്നർ സൈലൻസിലേക്ക് പോകുന്ന ആ ഒരു സമയമാണ് പ്രാർത്ഥന. നമ്മൾ ഹയർ ബീയിങ്സിനെ ഈശ്വരനുമായിട്ട് കണക്റ്റ് ആവുന്നൊരു സമയമാണ് പ്രാർത്ഥന. അപ്പം നമ്മുടെ മൈൻഡിൻ്റെ ഹെൽത്തിന് പ്രാർത്ഥന വളരെയേറെ നമുക്ക് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ലൈഫിൽ ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല ഡെയിലി പ്രാർത്ഥന ചെയ്യാനും പോലും. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന ചെയ്യണം. ചിലവർ ഇപ്പം മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ പ്രാർത്ഥന ചെയ്യുന്ന സമയത്തും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പലതരത്തിലുള്ള മൈൻഡിൽ പലതരത്തിലുള്ള ചില സമയത്ത് പിക്ചേഴ്സ് ആയിരിക്കാം, പലതരത്തിലുള്ള തോട്ട് ഫോംസൊക്കെ വന്നിട്ട് നമുക്ക് ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കാം. ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്കതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥന നോർമലി ഇപ്പോൾ ഏത് റിലീജിയൻസ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് ചിലവർ ഒരു 5-10 മിനിറ്റ് ചെയ്യുന്നുണ്ടാവാം, ചിലവർ ഒരു 1 hour 1.5 hour ഒക്കെ ചെയ്യുന്നവരുണ്ടാവാം. എന്നാലും നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഫുള്ളി ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾക്ക് ഇതേപോലെ തന്നെ മെഡിറ്റേഷൻ ടൈമിൽ ഏതുപോലെ നമുക്ക് ഇറിറ്റേഷൻ വരുന്ന അതേപോലെ പല തോട്ട് ഫോംസ് നമുക്ക് അത് നെഗറ്റീവായിട്ടുള്ള തോട്ട് ഫോംസ് ആയിരിക്കാം, നമുക്ക് വന്നിട്ട് ഇറിറ്റേഷൻ ആണെന്നുണ്ടാവും. അപ്പം ആ ഒരു ഫുള്ളി ഇൻവോൾവ് ആകുന്ന സമയത്താണ് നമുക്ക് നമ്മൾ മെഡിറ്റേഷൻ കംപ്ലീറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളൊരു പ്രാർത്ഥന കംപ്ലീറ്റ് എന്ന് പറയാം. അപ്പം അങ്ങനെ കുറേ പേർക്ക് ഈ ഒരു പ്രെയർ ടൈമിലൊക്കെ ഡിസ്റ്റർബായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പം അതിനുള്ള കാരണം നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. അതുപോലെ അതിനിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആരടുത്ത് ചിലപ്പോൾ പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. സെൽഫ് ആ ഒരു ടൈമിലൊരു ഡിസ്റ്റർബൻസ് പോലെ തോന്നാം, ബട്ട് അതിനുശേഷം നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ഉണ്ടാവില്ല. ബട്ട് ചിലവർ ഇതെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവരും ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് റിലേറ്റഡ് ആണ്. അപ്പം NLPൻ്റെ സെഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മൈൻഡൊക്കെ ക്ലിയർ ആകുന്ന സമയത്ത് നമുക്ക് ഫുള്ളായിട്ട് നമ്മളൊക്കെ പ്രെയറിൽ ഇൻവോൾവ് ആകാൻ പറ്റാറുണ്ട്. അത് മെഡിറ്റേഷൻ ആയിക്കോട്ടെ, നോർമൽ പ്രേയേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് ഫുള്ളി ഇൻവോൾവ് ആകാൻ പറ്റാറുണ്ട്, നമുക്ക് ഡീപ്ലി കണക്റ്റ് ആവാൻ പറ്റാറുണ്ട്. അപ്പോൾ NLPൻ്റെ സെഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.